കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ, ഇപ്പൊ വിശ്വാസമായ വേട്ടത്തമ്മയ്ക്ക്? വിശ്വാസായി. കമലനിപ്പ എവിടെയാ? അവരിരുന്ന അതേ റെസ്റ്റോറന്റിൽ തന്നെ ഞാനുമുണ്ട്. ഇപ്പൊ നടന്ന സംഭവം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചത്. അവളിപ്പോ അവിടെ ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാനും നോക്കട്ടെ. ഇല്ല, അവര് പോയെന്ന് തോന്നുന്നു. ശരി. ഇപ്പൊ കള്ളി പൊളിഞ്ഞില്ലേ ഭാമാൻഡി? ഈ വീടിന്റെ ആധാരം എന്ന് പറഞ്ഞ് ശാലിനി ഒരു കഥ കെട്ടിച്ചമച്ചതാ. അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് കൊടുത്തിട്ട് ആന്റിയുടെ ആധാരം തിരിച്ചെടുത്താ പോരെ. അന്യന്റെ വീടിന്റെ ആധാരം മോഷ്ടിച്ച് പണയം വെച്ചുള്ള കല്യാണം ഒന്നും നടക്കാതിരിക്കുന്നതാടി നല്ലത്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു കുടുംബത്തിന്റെ കണ്ണുനീരും ഒരു പെൺകുട്ടിയുടെ താലിഭാഗ്യം ഇല്ലാതാവുന്നതും കണ്ട് നീ രസിക്കായിരുന്നു അല്ലേ? കാണിച്ചു തരുന്നുണ്ടടി നിനക്ക് ഞാൻ. ഭാമ വന്നാലുടനെ ആ വിഷജന്തുവിനെ അടിച്ച് പുറത്താക്കണം മോളെ. അത് തന്നെയാ എന്റെയും തീരുമാനം. എത്രേ? എന്തോ പുതിയ ചർച്ച നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. എന്തു പറഞ്ഞാലും ഈ വീട്ടിലെ ഒരു അന്തേവാസിയല്ലേ. ആ സുഖവാസത്തിന്റെ കാലാവധി തീരുക സുസ്മിതേ. അക്കാര്യം തന്നെ പറഞ്ഞോണ്ടിരുന്നത്. നിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നീയും നിന്റെ അമ്മയൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഒരാളുണ്ടല്ലോ. അയാള് വിചാരിച്ചാ പോലും അത് നടക്കാൻ പോകുന്നില്ല. എന്നെ നീ തല്ലിയോ? എന്ത് ധൈര്യടി ചായക്കടക്കാരിയുടെ മോൾക്ക്. നിന്നെ തല്ലാൻ ധൈര്യത്തിന്റെ ഒന്നും ആവശ്യമില്ലടി. കൈയുണ്ടായാൽ മാത്രം മതി. എടി, അങ്കിൾ ഇതൊന്നും കാണുന്നില്ലേ? എന്നെ ഇവിടെ ചുമ്മാ തല്ലുന്നത്. എനിക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? എനിക്ക് കൈ വയ്യാത്തോളാ സുസ്മിതേ, അല്ലെങ്കിൽ ഞാനും പൊട്ടിച്ചാ നിനക്കിട്ട് രണ്ടെണ്ണം. അതിന് മാത്രം വലിയ കുറ്റം ഞാൻ എന്താ ചെയ്തേ? ഇവളുടെ അച്ഛന് പറഞ്ഞതാണോ? സോറി സുസ്മിതേ, ഈ അടി ആ അക്കൗണ്ടിലല്ല. ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു അച്ഛനുണ്ടല്ലോ. ആ മനുഷ്യന്റെ പേര് പറയുന്നത് എവിടെയും എനിക്ക് അപമാനമല്ല. പിന്നെ പിന്നെ എന്താടി ഞാൻ ചെയ്തേ? എടി ശാലിനി, എന്റെ വീടിന്റെ ആധാരത്തിന് പകരം ഈ വീടിന്റെ ആധാരം മാറ്റിവെച്ചതിന്, എന്റെ പാവം ശാലികേച്ചിയുടെ കല്യാണം മുടക്കിയതിന്
എല്ലാം ചെയ്തു വെച്ചിട്ട് സത്യാമ്മയടക്കം കോമാളിയാക്കി കണ്ടുനിന്ന് രസിച്ചതിന്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചതിന്, ഏറ്റവും ഒടുവിൽ എന്റെ വീടിന്റെ ആധാരം രാജേശ്വരിക്ക് കൊണ്ടുപോയി കൊടുത്തതിന്. അത് ഞാനാ ചെയ്തെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ഇവള് കെട്ടിച്ചമയ്ക്കുന്ന കഥയായത്. കഥ അല്ലേ? ആണോടി? ആണോ? ആണോന്ന് നീ പറയടി, ആണോന്ന് പറ. തെളിവുണ്ടടി. ദൈവം സാക്ഷി പറഞ്ഞു. എത്ര ആസൂത്രിതമായി കുറ്റം ചെയ്താലും ഒരു തെളിവ് ബാക്കി കിടക്കുമെന്ന് നീ കേട്ടിട്ടില്ലേ? അതാ ദൈവത്തിന്റെ കൈയെന്ന് പറയുന്നത്. എന്ത് തെളിവുണ്ടെന്നാ ആന്റിയോട് പറഞ്ഞു കൊടുക്കും ഞാൻ. ഇതിന്റെ എല്ലാം പലിശയും കൂടി ചേർത്ത് ഭാമാന്റി തരും നിനക്ക്. അവള് പ്രീതിയും കൂട്ടി അമ്പലത്തിൽ പോയ നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഇവള് തന്നെ ഇരട്ടി കിട്ടിയാനെ നിനക്ക് ഭാമയുടെ കയ്യിൽ നിന്ന്. അപ്പോ ആന്റി ഇല്ലാത്ത തക്കം നോക്കി കിച്ചൺ ക്യാബിനറ്റ് ചേർന്ന് കള്ളക്കഥ മെനഞ്ഞ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. ഇവളുടെ കയ്യിൽ എന്ത് തെളിവുണ്ടെന്നാ? ഓ, തെളിവ് അല്ലേ? കോമഡി. ഇതെങ്ങനെ? അതാടി പറഞ്ഞത് ദൈവത്തിന്റെ കൈയെന്ന്. നീ ഇപ്പൊ ആധാരം കൈമാറിയ റെസ്റ്റോറന്റിൽ കമലൻ ഉണ്ടായിരുന്നു, വിഷ്ണുവേട്ടന്റെ കൂട്ടുകാരൻ. അവിടെ നിന്ന് നല്ല ചൂടായിട്ട് പകർത്തിയതാ. കിച്ചൺ ക്യാബിനറ്റ് ചേർന്നുണ്ടാക്കിയ കള്ളക്കഥ അല്ലേടി? നിന്നെ ഇവിടുന്ന് ഒരു പുഴുത്ത പട്ടിയെ പോലെ അടിച്ചിറക്കാൻ ശാലിനിയുടെ കൈക്ക് ബലമില്ലാഞ്ഞിട്ടല്ല, നിന്റെ ഭാമാന്റി തരുന്ന കൂലി കൂടി വാങ്ങിച്ചു വേണം നീ ഇവിടുന്ന് തല കുനിച്ചിറങ്ങാൻ. സുസ്മിതേ, ഭാമി ഒരിക്കലും പൊറുക്കല്ലിത്. അവള് സത്യത്തിന്റെ പക്ഷത്തെ നിൽക്കൂ. ഒരു പെണ്ണിന്റെ മംഗല്യ ഭാഗ്യമാ നീ ഇല്ലാതാക്കിയത്. അത് ഒരു മനുഷ്യ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തി അല്ല. നിന്റെ സ്ഥാവര ജംഗമങ്ങളെല്ലാം എടുത്ത് ബാഗ് പൂട്ടിക്കോ സുസ്മിതേ. അതെ, പടം പകുതി ആയിട്ടുള്ളൂ. ഇപ്പോ ചെറിയൊരു ഇന്റർവെല്ല. രണ്ടാമത്തെ പകുതിക്ക് വേണ്ടി നീ റെഡി ആയിക്കോ. ശാലിനി കാണാൻ ചെല്ലുമ്പോ ആവശ്യപ്പെടുന്നത് എന്തായാലും അത് ചെയ്തു കൊടുക്കണമെന്ന് പോളച്ചനെ ഞാൻ വിളിച്ചു പറഞ്ഞൊക്കെ സത്യമാ. ഞാൻ വിചാരിച്ചത് അത് ശാലിനിയുടെ വീടിന്റെ ആധാരം എന്നാ. അതല്ലാതെ ആധാരം വേറെയാണെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ പാവത്തിനെ വെറുതെ തെറ്റിദ്ധരിച്ചു.
എവിടെ പോയിരുന്നത്? ഇയാളോട് തന്നെയാ? ഞാൻ പുറത്തൊന്നു പോയതാ. അതെ, എന്തെങ്കിലും കഴിച്ചതാണോ? അല്ല, എന്തെങ്കിലും കഴിച്ചതാണോന്ന്? അല്ല, നല്ല ചൂട് ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ട്, എടുക്കട്ടെ? ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. പനി കുറവില്ലേ? കണ്ടേ? കുറവല്ല, പനി വിട്ടെന്ന് തന്നെ പറയാം. നന്നായി ഒന്ന് വിയർത്തു. എന്നാലേ ഒരു കോഫി എടുക്കട്ടെ? കോഫി കുടിക്കാം. അച്ഛന്? നിന്റെ കൈ കൊണ്ടുള്ള കോഫിയല്ലേ, എത്ര വേണേലും കുടിക്കാം. എല്ലാം കയ്യിന്ന് പോയല്ലോ. എങ്ങനെയാ ഇനി ഇതിന്നൊന്ന് തലയുരുക? ആ വീഡിയോ എങ്ങനെയാ അവളുടെ കയ്യിൽ കിട്ടിയത്? അതിനേക്കാ വലിയൊരു തെളിവ് വേണോ? റെസ്റ്റോറന്റിൽ വെച്ച് രാജേശ്വരിയെ കാണാമെന്ന് പറഞ്ഞത് തന്നെ മണ്ടത്തരായിപ്പോയി. ഇനിയിപ്പൊ ഇതെല്ലാവരും അറിയുള്ളൂ ദൈവമേ. ആന്റിയുടെ വീടിന്റെ ആധാരം പണയം വെച്ച് ശാലിനിയെ പ്രതിയാക്കാൻ ഞാൻ നാടകം കളിച്ചൂന്ന്. ഞാൻ കുറ്റക്കാരിയും ശാലിനി വിശുദ്ധയുമാകും. ഇനിയിപ്പൊ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ആന്റി എന്നെ അടിച്ചു പുറത്താക്കുന്ന ഉറപ്പാ. ഇനി എങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലും? ഒരു ആന മടയത്തരം കാട്ടി ഈ സ്വത്തെല്ലാം നഷ്ടപ്പെടുത്തിന്ന് വന്നാ അമ്മ എന്നെ അടിച്ചു പുറത്താക്കും. അത് പിന്നെ ആധാരത്തിന്റെ കാര്യം ഞാൻ പറയാൻ വന്ന്. ശാലിനി, ഞാനത് അറിഞ്ഞതല്ല. അതെല്ലാം എനിക്ക് മനസ്സിലായി. ആധാരം മാറ്റിയ ആളെ കിട്ടി. ആര്? സുസ്മിത. സുസ്മിതയോ? അവള് ആധാരം മാറ്റിവെച്ചതും കള്ളക്കളിയെല്ലാം കളിച്ച് എന്റെ ശാരികയുടെ വിവാഹം മുടക്കിയതും. എന്താ ചെയ്യണ്ടെന്ന് നീ ഒന്നും ചെയ്യേണ്ട വിഷ്ണു. അച്ഛൻ, നീ സമാധാനപ്പെട്. നീ കൈവച്ചാ സുസ്മിത താങ്ങില്ല. മാത്രമല്ല, ആണ് പെണ്ണിനെ തല്ലാൻ പാടില്ല, എന്തു പ്രശ്നം ഉണ്ടായാലും. ഈ പ്രശ്നം
നിന്റെ അമ്മ കൈകാര്യം ചെയ്തോളും. നീതിബോധമുള്ളവളാ നിന്റെ അമ്മ. ആ കമല പറയടാ. എടാ ഞാനിപ്പോ വരാം. അച്ഛാ എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ മോനെ. നീ മടങ്ങി വരുമ്പോഴേക്കും ആ വിഷജന്തുവിനെ ചവിട്ടി മടക്കി പുറത്തെറിഞ്ഞിട്ടുണ്ടാവും നിന്റെ അമ്മ. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ശല്യം ഒഴിഞ്ഞൊന്ന് സമാധാനിക്കാം. പോയിട്ട് ഭാമയെ പറഞ്ഞാ മതിയല്ലോ. പലതവണ തൊണ്ടിയോടെ പിടികൂടിയതാ സുസ്മിതയുടെ കള്ളങ്ങള്. എല്ലാവർക്കും അതറിയാം. എന്നിട്ടും ഭാമ അതെല്ലാം ക്ഷമിച്ചു. മകൻ കാരണം അവളുടെ കല്യാണം മുടങ്ങിയല്ലോ എന്നുള്ള സെന്റിമെന്റ്സ്. അവളാണെങ്കിൽ വിഷ്ണുവിനെ വിട്ട് എങ്ങും പോവുകയില്ല. ഭാമ ഒഴികെ എല്ലാവർക്കും അറിയാതെ വിഷജന്തുവിനെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു. ആൾക്കാരെ മനസ്സിലാക്കാം ഭാമയ്ക്ക് ഇത്രയ്ക്ക് കഴിവില്ലെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഏതായാലും സുസ്മിതയ്ക്ക് ഇത്തവണ മാപ്പില്ല. ആന്റി അറിയുമ്പോ എന്താവും ദൈവമേ. ഭാമയും പ്രീതിയും വന്നെന്ന് തോന്നുന്നു. ഇത്തവണ അവളെ വെറുതെ വിടരുത് മോളെ. ഭഗവാനെ, ഭാമേന്റി വന്നു. എന്താവോ എന്തോ. എങ്ങോട്ട് പോയി ഒളിക്കും ഭഗവാനെ? ഭൂമി തുറന്ന് പാതാളത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഭാമേ, ദേ ശാലിനിക്ക് എന്തോ പറയാനുണ്ടെന്ന്. എന്താണാവോ? സത്യാമ്മ ഇവിടെ മകളെ പോലെ നിർത്തിയിരിക്കുന്ന സുസ്മിതയെ കുറിച്ച് തന്നെയാ. ശാലിനി, നീയും സുസ്മിതയുമായുള്ള ശീതസമരം ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനിയും സുസ്മിതയെ പറ്റി എന്തെങ്കിലും കള്ളക്കഥകളുമായിട്ട് വരാനാണെങ്കിൽ അത് സത്യഭാമയുടെ അടുത്ത് വില പോവില്ല. ഞാൻ സുസ്മിതയെ പറ്റി സത്യാമ്മയുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അത് വിലപ്പോവില്ലെന്ന് എനിക്കറിയാം. കാരണം മകളുടെ സ്ഥാനം ഇപ്പൊ അവൾക്കാണല്ലോ. അതുകൊണ്ട് ഒന്നും പറയാനില്ല, കണ്ടു തന്നെ വിശ്വസിക്കാം.